students, our next topic is sources of recruitment. We have already seen recruitment. What do you mean by recruitment? Recruitment is the process of searching for a potential employee and stimulating them to apply jobs in our organization. അതായത് നമ്മൾ എംപ്ലോയിക്ക് വേണ്ടിയുള്ള സെർച്ചിങ് ആണ് റിക്രൂട്ട്മെന്റ്. ആ സെർച്ചിങ് മാത്രമല്ല ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ജോബ്സ് ഇൻ അവർ ഓർഗനൈസേഷൻ. ആഡ് വഴിയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ സെർച്ച് ചെയ്യുന്നു, അവരെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. There are two main sources of recruitment. They are internal source of recruitment and the external source of recruitment. Internal source of recruitment and the external source of recruitment. Internal source of recruitment means inside sources. The source of recruitment is inside. That is our present staff. The present or existing staff or employees are the internal source. Internal sources are the present or existing employees. What are the three ways of internal recruitment? They are: first one, promotion; second one, transfer; third one, redeployment. These are the main three sources of internal source of recruitment. What are they? Promotion, transfer and redeployment. Promotion, transfer and redeployment. What do you mean by promotion? Promotion means shifting an employee from lowest position to highest position. What do you mean by promotion? Promotion means shifting a person from lowest position to highest position. എന്തൊക്കെയായിരിക്കും ഒരു പ്രൊമോഷന്റെ ബെനിഫിറ്റ്? എന്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊമോഷൻ കൊടുക്കുക? പ്രൊമോഷൻ മേ ബി ഓൺ ദ ബേസിസ് ഓഫ് സീനിയോറിറ്റി ഓർ ഓൺ ദ ബേസിസ് ഓഫ് സ്കിൽസ്, അല്ലെ, ഓർ ക്വാളിറ്റി. അതിന്റെ ബേസിലാണ് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുക. എഫിഷ്യൻസിയുടെ നമ്മുടെ സീനിയോറിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന്റെ ബേസിൽ, അബിലിറ്റിയുടെ ബേസിലൊക്കെയാണ് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുക. വിത്ത് പ്രൊമോഷൻ അവർ പേ സ്കെയിൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ഓൾസോ ഇൻക്രീസ്ഡ് along with promotion. What do you mean by transfer? Transfer means shifting a person from one place to another. Shifting a person from one place to another without any change in his status, pay scale, etc. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. അവിടെ പേ സ്കെയിലോ അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും തന്നെ മാറുന്നില്ല. Redeployment means assigning a group of persons to a task. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണ് നമ്മൾ ഒരു ടാസ്ക് നമ്മൾ അസൈൻ ചെയ്തതാണ് redeployment. These are the three ways of internal source of recruitment: promotion, transfer, redeployment. Means assigning or giving an assignment to a group of persons. Then there are some merits for internal source of recruitment. Merits of internal source of recruitment: it saves time. It saves time. It will boost morale of the workers. It will boost morale of the workers. These are the merits of internal source of recruitment. Present staff വഴി, existing employee വഴി recruitment നടത്തുമ്പോൾ there are some merits are they are: it saves time. അതായത് നമുക്ക് സമയം ഒരുപാട് സേവ് ചെയ്യാം. കാരണം നമ്മൾ പുതിയ ആളുകൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നില്ല, ആഡുകൾ കൊടുക്കുന്നില്ല, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല, റീഫ്രഷർ കോഴ്സുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ള സ്റ്റാഫിനെ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആഡിനൊക്കെ ആയിട്ട് ഒരുപാട് എമൗണ്ട് അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രൊസീജിയറിന് ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും. അങ്ങനെയുള്ള എല്ലാ തരം കോസ്റ്റുകളും നമുക്ക് പ്രസന്റ് സ്റ്റാഫിനെയാണ് അപ്പോയിന്റ് ചെയ്തെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
The next one, ഇങ്ങനെ നമ്മള് പ്രൊമോഷൻ വഴിയൊക്കെ നമ്മൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ ബൂസ്റ്റ് ദ മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ എമംഗ് വർക്കേഴ്സ്. ദേ ആർ ലോയൽ ടു അവർ ഓർഗനൈസേഷൻ. ഇങ്ങനെ നമ്മൾ പ്രൊമോഷൻ വഴിയൊക്കെ നമ്മൾ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് എക്സിസ്റ്റിംഗ് സ്റ്റാഫിന്റെ മൊറൈൽ, മോട്ടിവേഷൻ, ലോയൽറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഇത് കാരണമാവും. The next one, we may get the experience. ഇപ്പൊ നമ്മളൊരു ന്യൂ വൺ അല്ലെങ്കിൽ പുതിയൊരു കാൻഡിഡേറ്റിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് മിസ് ആവും. പക്ഷെ പ്രസന്റ് സ്റ്റാഫ് ആണെങ്കിൽ ദേ ആർ വെരി എക്സ്പീരിയൻസ്ഡ് അല്ലെ. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. ദെൻ ടീം സ്പിരിറ്റ്. ഇപ്പൊ പ്രസന്റ് സ്റ്റാഫ് തന്നെയാണ് പുതിയ പോസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടീം സ്പിരിറ്റ്, കോപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പുതിയ ആളുകൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. Then there are some demerits for internal source of recruitment. Demerits of internal source of recruitment. They are limitations of internal source of recruitment. They are promotion creates a number of problems in our organization. നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ വഴി നമ്മുടെ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പക്ഷെ പ്രൊമോഷൻ വഴി നമ്മൾ അത് ചെയ്യുമ്പോൾ പ്രസന്റ് സ്റ്റാഫിനിടയിൽ തന്നെ കോൺഫ്ലിക്ട്സുകൾക്ക് അത് കാരണം. ഇറ്റ് മേ കോസ് കോൺഫ്ലിക്ട്സ് എമംഗ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. കാരണം വെച്ചാല് ഇപ്പൊ പ്രൊമോഷൻ കൊടുക്കുന്നത് സീനിയോറിറ്റി ബേസിലും കൊടുക്കാം, എഫിഷ്യൻസി അവരുടെ ക്വാളിഫിക്കേഷന്റെ ബേസിലും കൊടുക്കാം, അബിലിറ്റിയുടെ ബേസിലും കൊടുക്കാം. അപ്പോ ആ സീനിയോറിറ്റിയും അവരുടെ എഫിഷ്യൻസി തമ്മിലുള്ള ക്ലാഷുകൾ മൂലം അവിടെ കോൺഫ്ലിക്ട്സുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. Then it also prevent the new blood in our organization. പുതിയ ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ തടസ്സപ്പെടുത്താണ്. Okay, thank you.